നിങ്ങൾക്കറിയാമോ, ലോകത്ത് ആദ്യം ജനിച്ച മനുഷ്യൻ ആരായിരുന്നു? പണ്ടുകാലത്ത് മനുഷ്യർക്ക് അറിയാമായിരുന്നില്ല മനുഷ്യർ എങ്ങനെയാണ് ഉണ്ടായത് എന്ന്. പുരാണങ്ങൾ പറയുന്നു, ആദ്യവും ഹവ്വയും ദൈവം സൃഷ്ടിച്ചു. അവർ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യർ എന്ന് വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ ശാസ്ത്രം പറയുന്നത് വേറെയാണ്. ശാസ്ത്രജ്ഞർ പറയുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ കുരങ്ങുപോലുള്ള ജീവികൾ ക്രമേണ മാറി. അതാണ് മനുഷ്യരായി മാറിയത്. അതായത് നമുക്ക് ഇന്ന് കാണുന്ന ഹോമോസാപ്പിയൻസ് ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു യാത്രയുടെ ഫലമാണ്. ശാസ്ത്രം പറയുന്നത് മനുഷ്യർക്ക് ഏകദേശം 20 ലക്ഷം വർഷം പഴക്കമുണ്ടെന്ന്. ഇന്നത്തെ മനുഷ്യനെ നമ്മൾ വിളിക്കുന്നത് ഹോമോസാപ്പിയൻസ്. പക്ഷേ അതിനു മുൻപ് ഹോമോ ഹാബിലിസ്, ഹോമോ എറക്ടസ്, നിയാണ്ടർതാൽസ് എന്നിങ്ങനെ പല ജീവവർഗങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇന്നത്തെ മനുഷ്യൻ്റെ യാത്രയിലെ അധ്യായങ്ങളാണ്. നമ്മൾ ആദ്യം വന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. അവിടെ നിന്നു ചെറിയ കൂട്ടങ്ങളായി മനുഷ്യർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കുടിയേറി. കാട്ടിലൂടെ നടന്നു, മരുഭൂമികൾ കടന്നു, കടൽ മുറിച്ചു കടന്നു. ഒടുവിൽ മനുഷ്യർ ഭൂമിയിലെ എല്ലായിടത്തും എത്തി. ആദ്യകാല മനുഷ്യർ കല്ലുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി. പിന്നീട് തീ കണ്ടെത്തി. തീയുടെ സഹായത്തോടെ അവർ ഭക്ഷണം പാചകം ചെയ്തു. വന്യമൃഗങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്തു. അവർ കൂട്ടമായി വേട്ടയാടുകയും ഭക്ഷണം പങ്കിട്ട് കഴിക്കുകയും ചെയ്തു. അങ്ങനെ കുടുംബം, സമൂഹം എന്ന ആശയം രൂപപ്പെട്ടു. മറ്റു ജീവികൾക്കില്ലാത്ത സഹകരണം മനുഷ്യനെ വളർത്തി. ആദിമനുഷ്യൻ മതിലുകളിൽ ചിത്രങ്ങൾ വരച്ചു. വേട്ടയുടെ ദൃശ്യങ്ങൾ, നക്ഷത്രങ്ങൾ, മൃഗങ്ങൾ. അത് കലയുടെ തുടക്കമായിരുന്നു. പിന്നീട് അവർ ശബ്ദങ്ങളെ ചിഹ്നങ്ങളാക്കി, ചിഹ്നങ്ങളെ ഭാഷയായി മാറ്റി. ഭാഷയാണ് മനുഷ്യരെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ജീവിയാക്കിയിരിക്കുന്നത്. കാലക്രമേണ മനുഷ്യർ വിശ്വാസങ്ങളുണ്ടാക്കി. ദേവന്മാരെ സൃഷ്ടിച്ചു, കഥകൾ പറഞ്ഞു, ആചാരങ്ങൾ പാലിച്ചു. സംസ്കാരം മനുഷ്യനെ മറ്റെല്ലാ ജീവികളിൽ നിന്ന് വേറിട്ടു. പഴയ കഥകളിലൂടെ അവർ ലോകത്തെ മനസ്സിലാക്കാൻ തുടങ്ങി. ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.